പ്രൈസ് ദ ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെയില്ല. പ്രിയ മക്കളെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം തന്നെയാണിത്. യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് അതിരാവിലെ തന്നെ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമൻ യേശുവിനെ പൂശേണ്ടതിനു വേണ്ടി സുഗന്ധവർഗം വാങ്ങി കാണുവാൻ ചെന്നപ്പോൾ അവിടെ ദൂതന്മാർ പറയുന്ന വാക്കാണിത്: അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെയില്ല. അതിൻ്റെ 16-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്നു അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെയില്ല. അവനെ വെച്ച സ്ഥലം ഇതാ. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണുമെന്ന് പറവീൻ എന്ന് പറഞ്ഞു. അവർക്ക് വിറയലും ഭ്രമവും പിടിച്ചു. അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. അവൻ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്ന് അവനോടുകൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരോട് അറിയിച്ചു. അവൻ ജീവനോടിരിക്കുന്നു എന്നും അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടാറെ വിശ്വസിച്ചില്ല. പിന്നെ അവരിൽ 2 പേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു. അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായ്കയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും: എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളിച്ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. പ്രിയ മക്കളെ, ഈ 16 അധ്യായം മുഴുവനും വായിക്കുമ്പോൾ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. അതിന് കാരണമുണ്ട്. അത്രയ്ക്ക് വലിയ കല്ല് ഉരുട്ടി റോമൻ പട്ടാളം എല്ലാം മുദ്രയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരിക്കലും ഉയർത്തു വരികയില്ല, അവൻ ജീവിക്കുകയില്ല എന്ന് പറഞ്ഞ് മുദ്രയിട്ട് വെച്ച് കാവൽക്കാരെയൊക്കെ ഏർപ്പെടുത്തിയിരിക്കുമ്പോഴാണ് അവിടെ അതിരാവിലെ തന്നെ സഹോദരിമാർ സുഗന്ധവർഗം പൂശേണ്ടതിന് വേണ്ടി ചെല്ലുന്നത്. ഹല്ലേലൂയ. അവിടെ കണ്ട സന്ദർഭം നോക്കൂ. ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെയില്ല. ഹല്ലേലൂയ. ഒരു ദൂതൻ ഹല്ലേലൂയ അവരോട് പറയുകയാണ്. പ്രിയ മക്കളെ, ഇന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് നാം ഓരോരുത്തരും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. നോക്കൂ, പലർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടും പലരും വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. എന്നിട്ട് ഹല്ലേലൂയ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് ഹല്ലേലൂയ അവരോട് പറയുന്ന ദൗത്യം നോക്കൂ പ്രിയ മക്കളെ. ഹല്ലേലൂയ. അവൻ 15-ാം വാക്യത്തിൽ വായിച്ചു,
പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ആദ്യ വാക്കുകൾ, ഹല്ലേലൂയ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ, ഹല്ലേലൂയ, നോക്കൂ, രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. ഹല്ലേലൂയ. ഈ ദിനങ്ങൾ വിശ്വസിച്ച് സ്നാനപ്പെടണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. അല്ലാത്തവർ ഇവിടെ വചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. ഹല്ലേലൂയ. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് ഓരോ ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവരാൽ ആവുന്നിടത്തോളം അവർക്ക് പ്രവർത്തിപ്പാനുള്ള എല്ലാ കൃപകളും കർത്താപ്പച്ചൻ കൊടുക്കുന്നതായിട്ട് ഹല്ലേലൂയ കാണുന്നുണ്ട്. ഈ ദിവസങ്ങൾ പ്രിയ മക്കളെ നമ്മുടെയും വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ. നോക്കൂ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഹല്ലേലൂയ. നോക്കൂ, വിശ്വസിക്കുന്നവർക്ക്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്ന ദൗത്യമാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധി നമ്മളായിരിക്കും. ഹല്ലേലൂയ. നോക്കൂ, പുതുഭാഷകളിൽ സംസാരിക്കുവാൻ, ഹല്ലേലൂയ, സർപ്പങ്ങളെ പിടിച്ചെടുക്കുവാനുള്ള കഴിവ്. നോക്കൂ, ഏത് ഭീകരമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെ മറികടക്കുവാനുള്ള ഒരു കഴിവ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. യേശു വിശ്വസിക്കുന്ന പൈതലിനെ ദൈവം അതിൻ്റെതായ തരത്തിലൂടെ ഹല്ലേലൂയ നടത്തിക്കൊണ്ടുപോകും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമ്മൾ മരിക്കണം, ഹല്ലേലൂയ, എന്തെല്ലാം പറഞ്ഞ് ആ മരണത്തിൻ്റെ അവസ്ഥ വരെ കടന്നു വരുന്നു. കുടിക്കുകയും ഹല്ലേലൂയ പലതരത്തിലുള്ള പാനീയങ്ങൾ കുടിക്കുന്ന, അതായത് എന്തൊക്കെ ചെയ്താലും അതിൽ നിന്നെല്ലാം ഹല്ലേലൂയ, ആരെല്ലാം നമുക്ക് വേണ്ടി എന്തെല്ലാം ദോഷങ്ങൾ ചെയ്താലും അതിന്മേലെല്ലാം മറികടക്കുവാനുള്ള ദൈവകൃപ നമുക്ക് തരുന്നുണ്ട്. പ്രിയ മക്കളെ, ദിവസങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ ഇത് നടക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരിലാണ് അടയാളങ്ങൾ നടക്കുന്നത്. ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഉയർപ്പോടെ ഹല്ലേലൂയ നിൽക്കാം. ഹല്ലേലൂയ. യേശുവിനെ, ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നോക്കി വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, വീണ്ടും വരും. ഹല്ലേലൂയ. അതാണ് നാം നോക്കി പാർക്കുന്നത്. നോക്കൂ പ്രിയ മക്കളെ, തൻ്റെ ശിഷ്യന്മാർക്ക് ഓരോ ദൗത്യവും കൊടുത്തതുപോലെ നമ്മുടെയും ജീവിതത്തിൽ നാം യേശുവിൽ വിശ്വസിക്കുവാണോ, നമ്മളാലും ചില അടയാളങ്ങൾ നടത്തുവാൻ സാധിക്കും. വിശ്വസിച്ചാൽ കർത്താവിൻ്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. എന്നിട്ട് ലാസ്റ്റിൽ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഹല്ലേലൂയ. ഇന്ന് പലയിടങ്ങളിലും കർത്താവിൻ്റെ മക്കൾ ഹല്ലേലൂയ പോയി ദൈവവചനം പറയുകയും ആ വചനത്തിൽ, ദൈവവചനത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. പ്രിയ മക്കളെ, നമുക്ക് മുന്നോട്ട് പോകാം, ദൈവവചനത്തിൽ ഉറപ്പോട് നിൽക്കാം, മറ്റുള്ളവരെ കൂടെ ഹല്ലേലൂയ ദൈവവചനത്തിൽ ഉറപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് വരാറായി, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതാണ് ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മധ്യാകാശത്തിൽ കർത്താവിനോട് ഒത്തൊരുമിച്ച് നമുക്ക് വീണ്ടും കാണാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുപ്പച്ചൻ ഹല്ലേലൂയ ഇനി വീണ്ടും വരും. ആ ഒരു ഹല്ലേലൂയ സമയത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനത്തിൽ ഹല്ലേലൂയ ഏൽപ്പിക്കുവാണ്. കർത്താവ് പച്ചൻ തന്നിരിക്കുന്ന ദൗത്യങ്ങൾ ഹല്ലേലൂയ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോട് വ്യാപാരം ചെയ്യുവാൻ ദൈവമേ സഹായിക്കണമേ. വചനത്തിൽ എല്ലാവരെയും ഹല്ലേലൂയ ഉറപ്പിക്കണം. കർത്താവെ, കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ വിധത്തിലുള്ള മാനവും മോത്തം കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. വിനുവജു, മുംബൈ. ഹല്ലേലൂയ.